ഇങ്ങനെ ഒരു മകനെ വേണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു മകനെയാണല്ലോ തന്നത് ആഞ്ജനേയ. അവനൊരുകിതരില്ല ഇവിടെ നീ കണ്ടിട്ട് കെട്ടിപ്പിടി മച്ചാനെ. സൂപ്പർ ഹീറോ ബോളിവുഡ് ടോളിവുഡ് ഹോളിവുഡ് ബോളിവുഡ് നടിച്ചിട്ട് ഫാൻ. അവനൊരുകിതരില്ല ഇവിടെ നീ കണ്ടിട്ട് കെട്ടിപ്പിടി മച്ചാനെ. എന്ത് പറ്റി ബാലരാജ്? ട്രെയിന് സമയമായി. എന്ത് പറ്റിയെന്നൊന്ന് പറ. ട്രെയിന് പോയാൽ തിരിച്ചു വരും, നിങ്ങളുടെ ജീവൻ പോയാൽ തിരിച്ചു വരൂല. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. അങ്ങനെ എന്താ കാര്യം ഒന്ന് പറ. അതെ, നിങ്ങളുടെ ധൈര്യമുള്ള ആരെങ്കിലും പോയി ഒരു വടിയെടുത്തോണ്ടോ. റെഡി ബാലരാജ്, എന്താ ചെയ്യണ്ട? അത് കണ്ടോ, പാമ്പ്. എടാ എടാ മോനെ, അടുത്തുപോലെ എടാ, പാമ്പ് കടിക്കുക. എടാ വേണ്ട വേണ്ട മോനെ. എടാ ബാലരാജേ, കണ്ണ് തുറന്ന് നോക്ക്. ഇത് കയറാ, പാമ്പല്ല. കയറ് പാമ്പാണെന്ന് കരുതി. ഇവിടെ ആരാടാ കമ്പ് കൊണ്ടുവന്നത്? ഞാനാണ്. ഇനി ഒരു 10 കമ്പ് കൂടെ കൊണ്ടുപോവാ. ഇങ്ങനത്തെ ആൾക്കാരുള്ള സ്ഥലത്ത് നമ്മളെ കൊണ്ട് റോഡിൽ നടക്കാൻ പറ്റൂല. വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. അമ്മ എവിടെ പോയി കാണും? ചേട്ടാ. വാ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. എന്താ ചേട്ടാ? മുമ്പേ നീ വന്ന കാര്യം പറ. അത് നമ്മുടെ രാജുവിന്റെ ജോലിക്കാര്യത്തെ കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കാൻ. അവന് ജോലി കിട്ടുന്നതും ഇനി കിട്ടാത്തതും നിന്റെ കയ്യിലാ ഉള്ളത്. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇപ്പൊ വെറുതെ ഇരിക്കാണ്, ജോലി മേടിച്ചു കൊടുക്കെന്ന് പറയും. ജോലി കിട്ടിയാലോ എന്റെ മകൻ എന്താ കുറവ്, അവന് നല്ല ജോലിയുണ്ട്, നിങ്ങളെ മോളെ കെട്ടിച്ചു കൊടുക്കെന്ന് പറയും. അത് ചെറുപ്പത്തിൽ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതല്ലേ. അത് അപ്പോ ഇപ്പോഴല്ല. നിന്റെ മകനെ കുറിച്ച് എന്താ വിചാരിച്ച്? അവൻ കൊള്ളരുതാത്തവനാ, പൊട്ടനാ, മടിയനാ, വിഡിയാ. ഇതിനെല്ലാം ഉപരി അവനൊരു പേടിത്തൊണ്ടനാ. നിന്റെ ആഗ്രഹപ്രകാരം എന്റെ മകളെ കെട്ടിച്ചു കൊടുത്തെന്ന് വെച്ചോ. കല്യാണത്തിന് ശേഷം മാർക്കറ്റിലേക്കോ മറ്റോ പോകുമ്പോ എന്റെ മകളുടെ കൈ ആരെങ്കിലും പിടിച്ചു വലിച്ചെന്ന് വെച്ചോ. അപ്പൊ അവൻ പേടിച്ച് ഓടുമെന്നല്ലാതെ എന്റെ മകളെ നിന്റെ മോൻ രക്ഷപ്പെടുത്താൻ നോക്കൂല. ഇതാണ് എന്റെ പേടി. അതല്ല ചേട്ടാ. നോക്കേ, എനിക്ക് എന്റേതായ പേടിയുണ്ട്. ഞാൻ ഒരു കാര്യം പറയൂ, എന്റെ മോളോട് കല്യാണത്തെ പറ്റി സംസാരിക്കില്ല എന്ന് പറഞ്ഞാലേ നിന്റെ മോന് ജോലി കിട്ടൂ, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം. ശരി ചേട്ടാ. കൊള്ള, നല്ല പ്ലാനുമായിട്ടാ വന്നിരിക്കുന്നത്. ഇതെന്തേരി ഇവരിങ്ങനെ തിരിഞ്ഞു പോണത്? നിങ്ങൾ വല്ലതും പറഞ്ഞ? അതൊക്കെ പിന്നെ സംസാരിക്കാം. താൻ ആദ്യം ബാലരാജന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് പറയേ. ഞാൻ ഇപ്പോഴാ ഒരു വരനെ നോക്കിയത്. ആ പെണ്ണിനാണെങ്കിൽ ചൊവ്വാദോഷം. ചെറുക്ക ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മുഹൂർത്തത്ത് കല്യാണം. ഫോട്ടോ അയക്കേണ്ട താമസം. അപ്പൊ തന്നെ പൊക്കിക്കൊണ്ട് പോകുന്നേ. വേണമെങ്കിൽ നമ്മളെ ബാലുവിനോട് ഒരു വാക്ക് ചോദിക്കാന്ന് വെച്ചോളേ. അത്ര സമയമില്ലടോ. എന്റെ മോള് സിറ്റിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് അവന്റെ കല്യാണം നടത്തണം. അവരോട് വരാൻ പറ. അവനോട് എന്താണോ ചോദിക്കാൻ? അവന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയില്ലെന്നാണോ? തിന്നോ തിന്നോ തീറ്റ പണ്ടാരോ. ഇതല്ലാതെ നിനക്ക് വേറെ എന്താ അറിയാ? എടാ, ഞാൻ പറഞ്ഞു എന്ന് കരുതി നീ വിഷമിച്ചല്ലോ. ഇന്ന് നിന്റെ അമ്മാവൻ എന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഒരു പ്രയോജനമില്ലാത്ത മണ്ടനാണ് നീ എന്നാ പറഞ്ഞ. നീ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഒരു ജോലി അന്വേഷിക്കും മോനെ, പ്ലീസ്. ശരി. എന്താ ആ രാമസ്വാമിക്കാണോ? അവൻ സംസാരിച്ച് കൊന്നുകളയും. അവനാ നിന്നെ വഷളാക്കിയത്. ഫോൺ വെക്കേ. വേറെന്ത് ജോലി? വേറെ എന്ത് ജോലിയോ? നിന്റെ അച്ഛന്റെ ജോലി. അച്ഛന്റെ ജോലി? അയ്യോ, ഞാൻ പോയില്ല, എനിക്ക് പേടിയാ. എന്താ നീ പോയില്ലേ? ശരി. നിന്റെ ജോലിക്ക് വേണ്ടി ഞാനാ വഴക്ക് കേട്ടത്. ജോലിക്ക് പോയില്ലല്ലേ? ഇതാ. എന്താ ഇത്? നീ ജോലിക്ക് പോയില്ലെങ്കിലേ ഈ ഫോട്ടോയ്ക്കും മാല ചാർത്തേണ്ടി വരും. എല്ലാത്തിനും ബ്ലാക്ക് മെയിൽ ചെയ്യാ. ഞാൻ പൊക്കോളാം, പിടിക്ക്. എനിക്കറിയാടാ.
ഈ കാട്ടില് എന്റെ മുമ്പിൽ തലവണങ്ങുന്നവര് മാത്രമേ ജീവനോടെ ഇരിക്കാൻ പറ്റുള്ളൂ. എന്നെ എതിർത്ത് കഴിഞ്ഞാ അവർക്ക് തലയുണ്ടാവില്ല. എടാ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 2 മണിക്കൂറായടാ. വണ്ടി ഓടിക്കുന്ന കണ്ട. നമസ്കാരം നമസ്കാരം സാർ. നമസ്കാരമുണ്ട് സൺമുഖ സാറേ. പിന്നെ ഞാനൊരു ജോലിക്കാര്യം പറഞ്ഞിരുന്നില്ലേ, ആ. അത് ഇവന് വേണ്ടിയാ. അതെന്തെന്ന് വെച്ചാ സാറേ, ഇപ്പോ ഒരു ഫോറസ്റ്റ് ഓഫീസിന്റെ ജോലി ഒഴിവിലില്ല. അങ്ങനെ ആളെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്തെങ്കിലും ഒന്ന് നോക്കി ചെയ്യ് സാറേ. നോക്കാം, പക്ഷേ സമൂഹത്തിൽ ഇവനൊരു നല്ല പേരുണ്ടല്ലോ, അല്ലേ ബാലരാജ്? ഡാ, മോന്ത കണ്ടോ? സാർ ഒരു മിനിറ്റ്, കോൾ വരുന്നുണ്ട്. സംസാരിക്കും സാറേ. ഹലോ. ആ? എന്താ ഫോറസ്റ്റ് ഓഫീസറെ കൊന്നു? ഫോറസ്റ്റ് ഓഫീസറെ കൊന്നു. അപ്പൊ ആ ജോലി ഇവന് കൊടുക്ക് സാറേ. സാർ ഇനി ഒന്ന് ആലോചിക്കണ്ട സാറേ. സാർ, ആ ഞാൻ ജോലി പറയട്ടെ. ഇവന് വാങ്ങിച്ചു കൊടുക്ക് സാറേ. ശരി സാർ, ശരി സാർ, കൊടുത്തോളാം, ആ, തീർച്ചയായിട്ടും കൊടുക്കും. എന്നാ ഞാൻ വരട്ടെ സാറേ. വളരെ നന്ദി സാറേ. ഇവനെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കിക്കോ. ഇവന്റെ കഥയും തീരും, എന്റെ ജോലിയും തീരും. ബാലരാജ്, ഇത് ഞാനാണ് കൃഷ്ണവേണി. നീ ശരിക്കും പേടിച്ചു അല്ലേ? പിന്നെ പേടിക്കാതെ, അല്ലെങ്കിൽ തന്നെ നീ ഒരു പ്രേതമല്ലേ? പ്രേതോ? എന്നെയാണോ പ്രേതം എന്ന് പറഞ്ഞേ? പ്രേതമല്ലാതെ നീ പിന്നെ ദേവതയാണോ? കാലത്ത് തന്നെ എന്തിനാ എഴുന്നല്ലേ? നീ നല്ല മൂഡിലായിരിക്കുമെന്നാ. നല്ല മൂടോ? ഞാനിപ്പോ പേടിച്ച് ചത്തുപോയനെ. എന്നെ കല്യാണം കഴിക്കാതെ നീ എങ്ങനെ പോവാനാ? ആ, അതുപോലെ നിനക്ക് ജോലി കിട്ടിയല്ലേ? അടുത്തത് നമ്മുടെ കല്യാണം. കല്യാണോ? നിന്നെയോ? ഞാൻ കേട്ടില്ല. എന്നെ കല്യാണം കഴിക്കാതെ പറ്റിക്കാന്ന് കരുതി ഞാൻ കൊന്നു കളയും. കൃഷ്ണ, ആ, നീ അമ്മായി. എപ്പോഴാ വന്നേ? ജസ്റ്റ് ഇപ്പോ. എന്തെങ്കിലും വിശേഷമുണ്ടോ? അങ്ങനെയൊന്നുമില്ല അമ്മായി, ചുമ്മാ വെറുതെ വന്നതാ. എന്നോട് മോക്ക് എന്തൊരു സ്നേഹമാ. അമ്മായിയോടൊന്നുമില്ല, ആ, എന്നാ ഇവനോടാണ്. ഓ, നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് നിർത്തിയിട്ട് വെളിയിൽ പോയാ ഞങ്ങള് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കും. ഓഹോ, അങ്ങനെയാണോ? ശരി ശരി. അവൻ കൊച്ചു കുട്ടിയാ. എടാ, നീയോ കൊച്ചു കുഞ്ഞ്? കൃഷ്ണേ, എന്താടാ? ഇനി ഇങ്ങനെ പേടിപ്പിക്കല്ലേ. പേടിപ്പിക്കണ്ടെന്നുണ്ടെങ്കി ഞാനൊന്ന് പറയാം, നീ അത് ചെയ്യണം. സമയമാകുമ്പോ പറയാം. ആ.